ഈ ഉപതെരഞ്ഞെടുപ്പ് ആവേശം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ഭക്തിയും പ്രണയവും ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. പക്ഷേ ഇത് രണ്ടും കൂടി ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഭാഗവതവും പ്രണയഗാനങ്ങളും ഒരുപോലെ വഴങ്ങുന്ന ഒരു സപ്താഹ യജ്ഞാചാര്യനെ പരിചയപ്പെടാം. നമുക്ക് ഇന്ന് സപ്താഹങ്ങളുമായി കേരളം മുഴുവൻ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴും ആൽബങ്ങളിലും വെബ് സീരീസുകളിലും ഗാനങ്ങൾ എഴുതി ശ്രദ്ധേയമാവുകയാണ് PK വ്യാസൻ അമനകര എന്ന കവി. ഒരു ഭാഗവത സപ്താഹ യജ്ഞാചാര്യന് അതിനു പുറമെ എന്തൊക്കെ ചെയ്യാനൊക്കും? ഭക്തി പ്രഭാഷണങ്ങളോ സത്സംഗങ്ങളോ എന്നൊക്കെയാകും ഉത്തരം. പക്ഷെ അതിനും അപ്പുറമുള്ള സാധ്യതകളിലേക്ക് സഞ്ചരിക്കുകയാണ് PK വ്യാസൻ അമനകര എന്ന കവി. തെളിഞ്ഞ വെള്ളക്കടലാസിൽ ആദ്യം എഴുതും ഗുരുമൂലമന്ത്രം, ഓം ഗും ഗുരുഭ്യോ നമ. പിന്നീട് എഴുതുന്ന വരികളിൽ പ്രണയഭാവങ്ങൾ. യജ്ഞാചാര്യനാണ് കോട്ടയം അമനകര സ്വദേശിയായ PK വ്യാസൻ. ഗന്ധർവയജ്ഞം, കണ്ണകി യജ്ഞം, ശ്രീനാരായണ ഗുരുദേവ ഭാഗവത യജ്ഞം, പഞ്ചപാണ്ഡവീയ മഹായജ്ഞം, വിശ്വബ്രഹ്മ പഞ്ചാഹയജ്ഞം തുടങ്ങിയവ നടത്തി പ്രസിദ്ധി നേടിയിട്ടുണ്ട്. സപ്താഹയജ്ഞങ്ങളുമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പര്യടനവും നടത്തുന്നു. ആധ്യാത്മിക മേഖലയിലെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് പാട്ടെഴുത്തിൽ കൂടിയാണ്. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കും പോലെ ഈ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് ഓടിക്കളിച്ച് വളരുന്നത്. ഈ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ഒരു പാട്ടില്ല, ഭരതസ്വാമിയുടെ ഒരു പാട്ടില്ല. അപ്പൊ വെറുതെ അന്ന് മുതൽ കുത്തിക്കുറിച്ച് ശരിക്കും പറഞ്ഞ ആദ്യം പാട്ട് എഴുതുന്നത് ഭരതസ്വാമിയുടെ പാട്ടാണ്. അമനകരയിലെ ആശ്രിത വത്സല അരുളനയ്ക്കുവയെന്നിൽ ഭരതസ്വാമി. ആ ഭഗവാന്റെ കൃപയാണ് ഈ 100-100ഓളം പാട്ടുകൾ എഴുതാനും അത് റെക്കോർഡ് ചെയ്യാനും പിന്നീട് മറ്റ് ദേശഭക്തി ഗാനങ്ങൾ എഴുതാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. 600-ലേറെ ഹിന്ദു ഭക്തി ഗാനങ്ങളും ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളും കവിതകളും ഷോർട്ട് ഫിലിമുകളും എല്ലാം ചെയ്ത അദ്ദേഹം ലവി എന്ന വെബ് സീരീസിന് ഒരു തമിഴ് ഗാനം ഉൾപ്പെടെ 2 പ്രണയഗാനങ്ങൾ രചിച്ച് ശ്രദ്ധേയനായിരിക്കുന്നു. ഇപ്പൊ പുതിയ ലവി എന്ന സിനിമയ്ക്ക് നെൽവിൻ സംവിധാനം ചെയ്യുന്ന ലവിയിലെ പാട്ട് എഴുതിയിരിക്കുന്ന ഞാനാണ്. 2 പ്രണയഗാനമാണ്. ഒന്ന് തമിഴാണെന്നുള്ളതാണ്. ഈ മലയാളിയായ ഞാൻ തമിഴ് എഴുതി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ കൃപ. നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. மண்ணில் நீ என்னையும் பார்த்திருந்தால் அங்கு நான் சீக்கிரம் வந்திடுவே, எந்தன் பொண்டாட்டியாக்கிடுவே. கட்டி குடிக்கட்டுமா உன்னை நான் அள்ளி எடுக்கட்டுமா, உள்ளத்தில் இல்லவனான் உன் உயிரல்லவோ தனியே. ആത്മീയ മേഖലയിൽ സജീവമായി തുടരുമ്പോഴും ജന്മസിദ്ധമായ കലാവാസനയും കൈവിടാതെ പരിപോഷിക്കുന്ന അദ്ദേഹം ഒരു മാതൃക കൂടിയാണ്. ഭഗവാനെ കാണാൻ എന്തൊരു വഴിയെന്നതു ചിന്തിച്ചപ്പോൾ കൺമുമ്പിൽ വിളങ്ങിയിടുന്നൊരു ഭാഗവതോത്തമ ഭഗവൻ. ഗുരുവായൂരപ്പൻ തന്നെ ഉത്തമനാം ഭക്തൻ മള്ളിയൂർ പല നാളായി ചൊല്ലിക്കേട്ടത് ഭഗവാനെ നിന്നുടെ നാമം. ജനം, കോട്ടയം.